ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മറുഭാഗം പരിശുദ്ധ മറിയം ചൊല്ലുമ്പം മനസ്സിലിങ്ങനെ മന്ത്രം പോലെ ആ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ പ്രാർത്ഥനയെ കൂടുതൽ പുതുതാക്കാൻ തക്കവിധമുള്ള നിയോഗങ്ങളുടെ വിശുദ്ധി കൊണ്ട് കൊച്ചദൃശ്യ പുണ്യവതി ചെയ്ത പോലെ ചെറുകാര്യങ്ങളെ വലിയ നിയോഗം വെച്ച് പാപികളുടെ മാനസാന്തരം പോലത്തെ മഹാനിയോഗങ്ങൾ ചേർത്ത് വെച്ച് വലിയ വിശുദ്ധയായി മാറിയില്ലേ? മിഷൻ മേഖലയിൽ പോയി പ്രവർത്തിക്കുക എന്ന ഹൃദയത്തിൻ്റെ അടങ്ങാത്ത ദാഹത്തെ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മിഷൻ മധ്യസ്ഥയായി മാറിയില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മയെ സഹോദരിയായി, കൂട്ടുകാരിയായി, അമ്മയായിട്ടൊക്കെ കൊണ്ടു നടന്ന് ജപമാലയോടൊപ്പം യാത്ര ചെയ്യാൻ, അമ്മയുടെ ജീവിത വഴികളിൽ നിന്ന് നമുക്ക് മുൻപേ സ്വർഗത്തിലെത്തി അമ്മയുടെ ജീവിത ചൈതന്യത്തോട് ചേർന്ന് ഒന്ന് ജീവിക്കാൻ വേണ്ടി, അങ്ങനെ ഈ കാലത്തെയും ഈ ദേശത്തെയും പലവിധത്തിൽ പിടിക്കുന്ന പൈശാചികതയുടെ ആ കെട്ടുപാടിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും വിടുതൽ പ്രാപിക്കാം. ജപമാല തന്നെ ശരണമായി മാറട്ടെ.